Hello students, today let us discuss about valence bond theory. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷൻസ് ആദ്യം പോസ്റ്റ്ലേറ്റ്സ് ആണ്, ദെൻ ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ആൻഡ് നേച്ചർ ഓഫ് ബോണ്ട്സ്. അതിനു മുമ്പ് നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കാം. വാലൻസ് ബോണ്ട് തിയറി ആദ്യമായി പ്രപ്പോസ് ചെയ്തത് ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ ആണ് ഇൻ 1927. അപ്പം ഈ സയൻറ്റിസ്റ്റ് ആദ്യമായിട്ട് ഈ വാലൻസ് ബോണ്ട് തിയറി ഹൈഡ്രജൻ മോളിക്യൂളിലാണ് അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പം വാലൻസ് ബോണ്ട് തിയറി ആദ്യമായി പ്രപ്പോസ് ചെയ്തത് ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ ഇൻ 1927 ആൻഡ് ദേ ഫസ്റ്റ് അപ്ലൈഡ് ഇറ്റ് ടു ഹൈഡ്രജൻ മോളിക്യൂൾ. ഓക്കെ, അതിനുശേഷം ഈ വാലൻസ് ബോണ്ട് തിയറിയിൽ വീണ്ടും മോഡിഫിക്കേഷൻസും അതുപോലെ കുറേ ഡെവലപ്മെൻറ്റ്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലീനസ് പോളിംഗ്, സ്ലേറ്റർ, കൂൾസൺ, അതുപോലെ മറ്റു പലരും വാലൻസ് ബോണ്ട് തിയറിയിൽ മോഡിഫിക്കേഷൻസും ഡെവലപ്മെൻറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി പറയാനുള്ളത്, ഈ വാലൻസ് ബോണ്ട് തിയറി ആണ് ഓർബിറ്റൽ ഓവർലാപ്പ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഈ ഓർബിറ്റൽ ഓവർലാപ്പ് എന്ന കൺസെപ്റ്റ് കൂടി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾക്ക് വാലൻസ് ബോണ്ട് തിയറിയുടെ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ്സ് എന്ന പോർഷൻ നമ്മൾ കവർ ചെയ്യാൻ. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. വാലൻസ് ബോണ്ട് തിയറിയുടെ സാലിയൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ്. ആദ്യത്തെ പോയിന്റ്, അക്കോർഡിംഗ് ടു ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ്, a covalent bond is formed through electron pairing when a valence shell atomic orbital of one atom overlaps with a valence shell atomic orbital of another atom, each having an unpaired electron but of opposite spins. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. എന്തായിരുന്നു പറഞ്ഞത്? ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള അറ്റോമിക് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് മറ്റൊരു ആറ്റത്തിലെ വാലൻസ് ഷെല്ലിലുള്ള ഓർബിറ്റലിലെ ഇലക്ട്രോൺസും തമ്മിൽ ഒരു ഓർബിറ്റൽ ഓവർലാപ്പ് നടക്കുകയാണ്. ഇലക്ട്രോൺസ് തമ്മിലല്ല, വാലൻസ് ഷെല്ലിലുള്ള ഒരു ആറ്റത്തിലെ വാലൻസ് ഷെല്ലിലുള്ള ആറ്റോമിക് ഓർബിറ്റലും മറ്റൊരു ആറ്റത്തിലെ വാലൻസ് ഷെല്ലിലുള്ള ആറ്റോമിക് ഓർബിറ്റലും തമ്മിലൊരു ഓർബിറ്റൽ ഓവർലാപ്പ് നടക്കുകയാണ്. അതായത് ഒരു കൂടിച്ചേരൽ നടക്കുകയാണ്. അങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ അറ്റോമിക് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. നമ്മൾ സ്പിൻ കോണ്ടന്റ് നമ്പർ പഠിക്കുമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് ടൈപ്പിലുള്ള സ്പിന്നുണ്ട്, ഹാഫ് സ്പിന്നും മൈനസ് ഹാഫ് സ്പിന്നും അല്ലേ. അപ്പം ഈ രണ്ട് വാല്യൂസും വരാം. അപ്പം ഓപ്പോസിറ്റ് സ്പിന്നിലുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പെയറിങ് നടക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ആറ്റംസ് തമ്മിൽ ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാവുന്നത് തന്നെയാണ്. അതെങ്ങനെയാണ് നടക്കുന്നത്? അവിടെ കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അറ്റോമിക് ഓർബിറ്റൽ വാലൻസ് ഷെല്ല് നമുക്കറിയാം, നമ്മൾ KLMN അതുപോലത്തെ മെയിൻ ഷെല്ലുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ അതിനുള്ള സബ് ഷെല്ലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. SPDF എന്ന് പറയുന്ന സബ് ഷെല്ലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഷെല്ലിലും വരുന്ന കെയിലാണെങ്കിൽ എസ്, എല്ലിലാണെങ്കിൽ എസും പിയും വരും, എമ്മിലാണെങ്കിൽ SPD, എന്നിൽ SPDF, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പേ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പം ഇതുപോലെയുള്ള വാലൻസ് ഷെല്ലിലുള്ള അറ്റോമിക് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് സ്പിന്നിൽ ആണെങ്കിൽ മാത്രമാണ് അവിടെ പെയറിങ് നടക്കുള്ളൂ. ഓക്കെ, കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ ഷെയറിങ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഈ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഈ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. ആ കോൺട്രിബ്യൂഷൻ നടന്ന് അവിടെ ഇലക്ട്രോൺ പെയറിങ് ഉണ്ടാവണമെങ്കിൽ അത് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ആദ്യത്തെ പോയിന്റ്. നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് നോക്കാം. ഇങ്ങനെ രണ്ട് ഇലക്ട്രോൺസ് ചേർന്ന്
പെയറിംഗ് നടക്കുമ്പം അവിടെ ഒരു ബോണ്ട് ഓർബിറ്റൽ അല്ലെങ്കിൽ നമുക്കൊരു മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഒരു മേർജിങ് നടന്നിട്ട് അവിടെ ഒരു മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്തു. ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി to be present between the nuclei of the two atoms. അപ്പോൾ ഈ കോവലന്റ് ബോണ്ട് ഫോർമേഷന് വേണ്ടി മേർജിങ്ങിൽ പങ്കെടുത്ത ആറ്റംസ് ഉണ്ടാവുമല്ലോ, അതിൽ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ന്യൂക്ലിയസിന് ഇടയിലുള്ള പൊസിഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ആയിരിക്കുക. എന്താ കാരണം? ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്. ഈ ന്യൂക്ലിയസിന് നമുക്കറിയാം പ്രോട്ടോൺസ് ഉള്ളതുകൊണ്ട് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അപ്പം ഇലക്ട്രോൺസിനെ ഈ ന്യൂക്ലിയസ് അതിനടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പം ഈ ഇലക്ട്രോൺസിന് ഈ പൊസിഷനിലല്ല ഇരിക്കുന്നതിനേക്കാൾ ഈ രണ്ട് ന്യൂക്ലിയസിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് ലഭിക്കുക. കാരണം ഇതിനിടയിലുള്ള ഈ രണ്ട് ന്യൂക്ലിയസിന് ഇടയിലുള്ള സ്ഥലത്ത് ഉള്ള ഇലക്ട്രോൺസിന് രണ്ട് ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ലഭിക്കും. അതുകൊണ്ട് തന്നെ ബൈൻഡിങ് ഫോഴ്സ്, ആ ബോണ്ടിൻ്റെ ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഓവർലാപ്പിംഗ് കൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി രണ്ട് ന്യൂക്ലിയസിൻ്റെ ഇടയിലായിരിക്കും ഏറ്റവും കൂടുതൽ അക്യുമുലേറ്റ് ആവുക. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, പ്രോസസ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് അക്കംപനീഡ് ബൈ എ fall ഓഫ് പൊട്ടൻഷ്യൽ എനർജി thereby stabilizing the system. നമുക്കറിയാം ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ നമുക്കവിടെ ലോവർ എനർജി വേണമെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ലോവർ എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എന്തുണ്ടാവുള്ളൂ, അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ ഓവർലാപ്പിംഗ് നടക്കുമ്പം അവിടെ പൊട്ടൻഷ്യൽ എനർജി കുറയും. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം സ്റ്റെബിലൈസ് ആവും. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്തു. അതായത് രണ്ട് ആറ്റംസ് ചേർന്നിട്ട് ഒരു മോളിക്യൂൾ ഫോം ചെയ്തു എന്ന് പറയുമ്പം അവിടെ ഒരു ബോണ്ട് ഫോർമേഷൻ ഉണ്ടായി അല്ലേ. ആ ബോണ്ട് ഫോർമേഷൻ ഉണ്ടാവുമ്പം സം എമൗണ്ട് ഓഫ് എനർജി വിൽ ബി റിലീസ്ഡ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് എ ബോണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് കോൾഡ് ലാറ്റിസ് എനർജി അല്ലേ. ആ എമൗണ്ട് ഓഫ് എനർജി ആ ബോണ്ട് ഫോർമേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് കാരണം ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള എനർജി കുറയും. അങ്ങനെ ടോട്ടൽ സിസ്റ്റത്തിന് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റിലേക്ക് നോക്കാം. ദ സ്ട്രെങ്ത് ഓഫ് കോവലന്റ് ബോണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ ദി അറ്റോമിക് ഓർബിറ്റൽസ്. ദ ഗ്രേറ്റർ ദി ഓവർലാപ്പിംഗ് ദ സ്ട്രോങ്ങർ ഈസ് ദ ബോണ്ട് ഫോം. അപ്പോൾ ഓവർലാപ്പിങ്ങിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കോവലന്റ് ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ എത്രത്തോളം ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ അത്രയും ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. സിക്സ്ത് പോയിന്റ് നോക്കാം. ദ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് മസ്റ്റ് ബി ഓറിയൻറ്റഡ് ഇൻ സ്പേസ് ഇൻ സച്ച് എ വേ ദാറ്റ് റിപ്പൾസീവ് ഇൻട്രാക്ഷൻസ് ആർ മിനിമം ആൻഡ് അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസ് ആർ മാക്സിമം. ഇപ്പം നമ്മൾക്കറിയാം ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യും? മാക്സിമം അട്രാക്ഷൻ എന്നുള്ള പൊസിഷനിൽ. മാക്സിമം അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം റിപ്പൾഷൻ അല്ലേ. രണ്ടും ഒന്ന് തന്നെയല്ലേ. ഇപ്പം രണ്ട് ഇലക്ട്രോൺസാണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം ഒന്ന് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ ആയിരിക്കും അടുത്ത ഇലക്ട്രോൺ നിൽക്കുക. ഇതിൻ്റെ അടുത്ത് വന്ന് നിൽക്കില്ല. കാരണം എന്താ? ഇത് തമ്മിലുള്ള നെഗറ്റീവ് ചാർജ് കാരണം ഒരു റിപ്പൾഷൻ ഉണ്ടാവും. അപ്പോൾ ഈ റിപ്പൾഷൻ ഇവിടെ എത്തുമ്പോഴോ മിനിമം റിപ്പൾഷൻ ആവും അല്ലേ. അപ്പോൾ ഈ പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാക്സിമം അട്രാക്റ്റീവ് പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇതല്ലേ ഇതിനെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം അട്രാക്ഷൻ. ഇതിൽ കൂടുതൽ ഇവയ്ക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. മാക്സിമം അട്രാക്ഷൻ ഓർ മിനിമം റിപ്പൾഷൻ. സെവൻത്ത് പോയിന്റ്, ബിറ്റ്വീൻ ടു ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ദ വൺ മോർ ഡയറക്ഷനലി കോൺസെൻട്രേറ്റഡ് വുഡ് ഫോം എ സ്ട്രോങ്ങർ ബോണ്ട്. ഇപ്പോൾ സെയിം എനർജിയുള്ള രണ്ട് ഓർബിറ്റൽസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ളതിനായിരിക്കും സ്ട്രോങ്ങർ ബോണ്ട് ഉണ്ടാവുക. ഓക്കെ, എക്സാമ്പിളായിട്ട് നമുക്കറിയാം എസ് ഓർബിറ്റിൽ നോക്കുകയാണെങ്കിൽ അത് സ്പെരിക്കലി ഇൻ ഷേപ്പാണ്, അതിന് ഡയറക്ഷൻ ഇല്ല. എന്നാൽ പിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അത്
ഡംബൽ ഷേപ്പാണ് അല്ലേ. അപ്പോൾ അതിന് ഡയറക്ഷൻ ഉണ്ട്. അപ്പം ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ളതായിരിക്കും സ്ട്രോങ്ങർ ബോണ്ട് ഫോം ചെയ്യുക. 8th point, the overlapping of orbitals with particular orientations gives directional characteristics to the covalent bond. അപ്പം ഈ 7ാമത്തെ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് 8ാമത്തെ പോയിന്റ് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ളത് സ്ട്രോങ്ങർ ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ എസ് ഓർബിറ്റലിന് ഡയറക്ഷണൽ പ്രിഫറൻസും ഇല്ല, കാരണം അത് സ്പെരിക്കലാണ്, അത് നോൺ ഡയറക്ഷണലാണെന്ന് നമ്മൾക്കറിയാം. പിയുടെ കേസിലാണെങ്കിൽ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അത് ഏത് രീതിയിലുള്ള ഡയറക്ഷൻ ആയിരിക്കും? അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണോ കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള ഡയറക്ഷൻ ആയിരിക്കും അത് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ പി ഓർബിറ്റലിന് ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് നടക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗും നടക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് എന്നും ഇത് ആക്സിയൽ ഓവർലാപ്പിംഗ് എന്നും പറയും. അപ്പം പി ഓർബിറ്റൽ ഹാസ് എ ഗ്രേറ്റർ പ്രിഫറൻസ് ടു ഫോം എ ബോണ്ട് along its axis than side wise overlapping. അപ്പോൾ ഇതാണ് നമ്മളുടെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. നമ്മൾക്കിത് ഈ പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു നമ്മൾ ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യാം. വാലൻസ് ഷെൽ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഓഫ് വൺ ആറ്റം ഓവർലാപ്പ് വിത്ത് ദി വാലൻസ് ഷെൽ അറ്റോമിക് ഓർബിറ്റൽ ഓഫ് അനദർ ആറ്റം. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു, നമ്മൾ ആ പെയറിംഗ് നടക്കുന്ന ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിരിക്കണം, മാത്രമല്ല ഓപ്പോസിറ്റ് സ്പിന്നും ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ 2 ഇലക്ട്രോൺസ് പെയർ ചെയ്ത് അവിടെ ഒരു ബോണ്ട് ഓർബിറ്റൽ ഫോം ചെയ്യും, അല്ലെങ്കിൽ നമുക്കതിനെ മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയാം. തേർഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഓവർലാപ്പിംഗ് നടക്കുമ്പം മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി 2 ന്യൂക്ലിയസിൻ്റെ ഇടയിലുള്ള പൊസിഷനിലായിരിക്കും. ഫോർത്ത് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് ഓവർലാപ്പിംഗ് ഈസ് അക്കമ്പനീഡ് ബൈ ദി ഫോൾ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം കുറച്ചുകൂടി സ്റ്റേബിൾ ആവുമെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു ഓവർലാപ്പിംഗ് നടക്കുമ്പോൾ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ബോണ്ട് ഫോം ചെയ്യുമ്പം സം എമൗണ്ട് ഓഫ് എനർജി വിൽ ബി റിലീസ്ഡ്. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം സ്റ്റേബിൾ ആവും. ഇനി 5ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഗ്രേറ്റർ ദ ഓവർലാപ്പിംഗ് സ്ട്രോങ്ങർ ദ ബോണ്ട് ഫോം. 6th പോയിന്റ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് അറേഞ്ച് ചെയ്യാം. റിപ്പൾസീവ് ഇൻട്രാക്ഷൻസ് മിനിമം, അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം എന്ന പൊസിഷനിൽ ആയിരിക്കും ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് അറേഞ്ച് ചെയ്യുക. 7th പോയിന്റ് പറഞ്ഞു ഡയറക്ഷണൽ പ്രോപ്പർട്ടി അല്ലേ. ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ള ഓർബിറ്റൽ സ്ട്രോങ്ങർ ബോണ്ട് ഫോം ചെയ്യും ദാൻ ദി നോൺ ഡയറക്ഷണൽ. 8th പോയിന്റ് എന്തായിരുന്നു? ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് ഗീവ്സ് ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. അതിനൊരു പ്രിഫറൻസ് കൂടിയുണ്ട്, ഗീവ്സ് പ്രിഫേർഡ് ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വേണം പറയാൻ. ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് ഗീവ്സ് പ്രിഫേർഡ് ഡയറക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എസ് ഓർബിറ്റലിന് ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടിയും ഇല്ല, വൈൽ പി ഓർബിറ്റൽ ഹാസ് ഡയറക്ഷണൽ പ്രോപ്പർട്ടി. പക്ഷേ അത് പ്രിഫർ ചെയ്യുന്നത് മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള ഡയറക്ഷനാണ് ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിങ്ങിനാണ് പി ഓർബിറ്റൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ദാൻ സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഈ ടൈപ്പ് ഓവർലാപ്പിംഗ് നടക്കാം അല്ലേ. ഇതിന് നമ്മൾ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്നാണ് പറഞ്ഞത്. ആക്സിയൽ ഓവർലാപ്പിംഗ് ഇത് പിയിലുള്ള PZ ഓർബിറ്റൽസ് തമ്മിൽ സെയിം എനർജിയുള്ള ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പിംഗ് നടക്കുകയാണ്. ഓക്കെ, സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്, ഇത് ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്. ഈ ടൈപ്പ് ഓഫ് ഓവർലാപ്പിങ്ങിനെ നമ്മൾ നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നു. അതാണ് നമ്മൾക്ക് ആൻറ്റി ബോണ്ടിങ് ഇൻട്രാക്ഷനാണ് ഈ ടൈപ്പ് ഓവർലാപ്പിംഗ് നമ്മൾക്ക് തരുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോസിറ്റീവ് ഓവർലാപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ PZ ഓർബിറ്റലാണ് എടുത്തത്. ദ ഓർബിറ്റൽസ് ഹാവിങ് സെയിം എനർജി. ഇവിടെ PY ഓർബിറ്റലാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു അല്ലേ. ഇത് പോസിറ്റീവ് സൈഡും തമ്മിലൊരു ഇൻട്രാക്ഷൻ.
അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഓവർലാപ്പാണ് ഇവിടെ കിട്ടുക. അത് നമുക്ക് ബോണ്ടിങ് ഇൻട്രാക്ഷനായിട്ട് നമുക്ക് പറയാം. ഇനി നോൺ ബോണ്ടിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും തമ്മിലാണ് നമ്മളിവിടെ ബോണ്ടിങ് നടത്തുന്നത്. എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും തമ്മിൽ ബോണ്ടിങ് നടക്കുന്നു. ഇവിടെയാണെങ്കിൽ ശരിക്കും പി വൈയും പി എക്സും ആണ് കമ്പയറബിൾ. ഇത് സെയിം എനർജി അല്ല, രണ്ട് ഓർബിറ്റൽസിന് സെയിം എനർജി അല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. അതിന് നമുക്ക് നോൺ ബോണ്ടിങ് ഇൻട്രാക്ഷൻ എന്ന് പറയാം. ഇതിന് ഇവിടെ നമുക്ക് സീറോ ഓവർലാപ്പ് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഓവർലാപ്പ് എന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മുടെ 3 ടൈപ്സ് ഓഫ് ബോണ്ടിങ് ഇൻട്രാക്ഷൻ. ആൻറ്റി ബോണ്ടിങ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഓവർലാപ്പിംഗ് അല്ലേ. ഇവിടെ സെയിം എനർജിയുള്ള ഓർബിറ്റൽസിൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡും. അപ്പോൾ നമുക്കറിയാം ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ നെഗറ്റീവാണ് ഓവർലാപ്പിംഗ് കിട്ടുക. പോസിറ്റീവ് ഓവർലാപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ പോസിറ്റീവ് സൈഡ്, അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്ന് പറയും. അതിനെ ബോണ്ടിങ് ഇൻട്രാക്ഷൻ എന്ന് വിളിക്കാം. ഇനി നമ്മൾ നോൺ ബോണ്ടിങ് ഇൻട്രാക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് സീറോ ഓവർലാപ്പ് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾക്കുള്ളത്. ഇനി നമുക്ക് ആ പോയിന്റിലേക്ക് നോക്കാം. അതായത് ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ആൻഡ് ദ നേച്ചർ ഓഫ് ബോണ്ട്സ്. നമ്മൾക്ക് ഈ കോവാലൻ ബോണ്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിഗ്മ ബോണ്ടെന്നും പൈ ബോണ്ടെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ്. ഓക്കെ, ഈ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കോവാലൻ ബോണ്ട്സിനെ സിഗ്മ ബോണ്ടെന്നും പൈ ബോണ്ടെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സിഗ്മ ബോണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ എ ബോണ്ട് ഫോം ബിറ്റ്വീൻ 2 ആറ്റംസ് ബൈ ദി ഹെഡ് ഓൺ ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എലോങ് ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. ഇതിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് പറയാം. ഇതിന് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ എൻ ടു എൻഡ് ഓവർലാപ്പിംഗ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, ഹെഡ് ഓൺ ഓവർലാപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അതായത് സിഗ്മ ബോണ്ട് എങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്? ആക്സിയൽ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ എൻ ടു എൻഡ് ഓവർലാപ്പിംഗ് ഓർ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എലോങ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഇതാണ് നമ്മുടെ സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ട് ഈസ് എ സ്ട്രോങ് ബോണ്ട്. അതേപോലെ സിഗ്മ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് സിമെട്രിക്കൽ എബൌട്ട് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഓക്കെ, ഇലക്ട്രോൺ ക്ലൗഡ് ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ സിമെട്രിക്കലായിട്ടാണ് കാണപ്പെടുന്നത്. ആക്സിയൽ ഓവർലാപ്പിംഗ് 3 ടൈപ്പിൽ ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. SS ഓവർലാപ്പ്, SP ഓവർലാപ്പ് ഓർ PP ഓവർലാപ്പ്. അതെന്താണെന്ന് നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ആദ്യം തന്നെ SS ഓവർലാപ്പ്. SS ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ half filled s orbitals of 2 atoms along the internuclear axis. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2 s ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പിങ്ങിനെയാണ് നമ്മൾ SS ഓവർലാപ്പിംഗ് എന്ന് പറയുക. ദീസ് ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ്. ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയാണ് ഒരു എക്സാമ്പിളായിട്ട്. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാക്കി. ഇവിടെ ഒരു HH എന്ന് പറയുന്ന ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി SP ഓവർലാപ്പിംഗ് എന്താണെന്ന് നോക്കാം. ദിസ് ഓവർലാപ്പ് ഇൻവോൾവ്സ് ഓവർലാപ്പ് ഓഫ് എ ഹാഫ് ഫിൽഡ് S ഓർബിറ്റൽ ഓഫ് 1 ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള S ഓർബിറ്റൽ, മറ്റൊരു ആറ്റത്തിൻ്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള P ഓർബിറ്റൽ. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ബോണ്ട്, ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് ഹൈഡ്രജൻ ഫ്ലോറൈഡാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾക്ക് ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും, HF ബോണ്ട്. അതൊരു സിഗ്മ ബോണ്ടാണ്. ഇനി PP ഓവർലാപ്പിൽ 2 P ഓർബിറ്റൽസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, ഹാഫ് ഫിൽഡ് P ഓർബിറ്റൽസ്. നമ്മൾ എക്സാമ്പിളായിട്ട് ക്ലോറിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ക്ലോറിൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ആക്സിയൽ ഓവർലാപ്പ്: SS ഓവർലാപ്പ്, SP ഓവർലാപ്പ് ആൻഡ് PP ഓവർലാപ്പ്. ഇനി നമുക്ക് പൈ ബോണ്ടിലേക്ക് നോക്കാം. പൈ ബോണ്ട് എന്ന് പറയുന്നത്
പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് സൈഡ് വൈസ് അല്ലെങ്കിൽ സൈഡ് വേസ് അല്ലെങ്കിൽ ലാറ്ററൽ ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഈസ് കോൾഡ് പൈ ബോണ്ട്. അപ്പോൾ ഈ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നത് ആക്സിസ് പാരലലായിട്ട് അതുപോലെ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് പെർപെൻഡിക്കുലറായിട്ടും വരുന്ന രീതിയിലാണ് പൈ ബോണ്ട് ഓവർലാപ്പ് ചെയ്യുക. അപ്പോൾ ഈ പൈ ബോണ്ടിൻ്റെ ഓവർലാപ്പ് കാരണം നമ്മൾക്ക് അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ടാവും. അതിനെ നമ്മൾ സോസർ ടൈപ്പ് ചാർജ്ഡ് ക്ലൗഡ്സ് എന്നാണ് പറയുന്നത്. സോസർ ടൈപ്പ് ചാർജ് ക്ലൗഡ്സ് ഫോം ചെയ്യും എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ഓഫ് ദി പാർട്ടിസിപ്പേറ്റിംഗ് ആറ്റംസ്. ആക്ച്വലി അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ സൈഡ് വേസ് ഓവർലാപ്പിംഗ് അത്ര സ്ട്രോങ് അല്ലാത്ത അത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് പൈ ബോണ്ട് ഒരു വീക്ക് ബോണ്ടാണെന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മളിവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് പൈ ബോണ്ട്. ഇതൊരു പി ഓർബിറ്റലാണ്, ഇതും ഒരു പി ഓർബിറ്റലാണ്. ഓക്കെ, രണ്ടും ചേർന്നിട്ട് സൈഡ് വൈസ് ആയിട്ട് ഒരു ഓവർലാപ്പിംഗ് നടന്നു. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലൊരു ഓവർലാപ്പിംഗ് ആണ് നമുക്ക് ഫൈനലി കിട്ടിയത്. പിന്നെ നമ്മൾക്ക് ഈ പൈ ബോണ്ടിൻ്റെയും സിഗ്മ ബോണ്ടിൻ്റെയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ട് ഈസ് ഫോം ബൈ ദ ഹെഡ് ഓൺ ഓവർലാപ്പ് ഓർ എൻഡ് ടു എൻഡ് ഓവർലാപ്പ് ഓർ ആക്സിയൽ ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അലോങ് ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. ഇതാണ് സിഗ്മ ബോണ്ട്. നമുക്ക് ആദ്യം തന്നെ ഡിഫറൻസ് പറയുമ്പം സിഗ്മ ബോണ്ടിൻ്റെയും പൈ ബോണ്ടിൻ്റെയും ഡെഫിനീഷൻ എഴുതി വയ്ക്കാം. ഇപ്പോൾ പൈ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോം ബൈ ദ സൈഡ് വൈസ് ഓർ സെഡ് വൈസ് ഓർ ലാറ്ററൽ ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഈസ് കോൾഡ് പൈ ബോണ്ട്. സെക്കൻഡ് നമ്മൾ പറയുന്നത് നമുക്കറിയാവുന്ന പോയിന്റ്, സിഗ്മ ബോണ്ട് ഈസ് എ സ്ട്രോങ് ബോണ്ട്, പൈ ബോണ്ട് ഈസ് എ വീക്ക് ബോണ്ട്. ഇനി നമ്മളൊരു പോയിന്റ് കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോം ചെയ്യുന്ന മോളിക്കുലർ ഓർബിറ്റൽസ് സിമെട്രിക്കൽ എബൌട്ട് ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. ഓക്കെ, അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നിട്ട് ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യും. ആ മോളിക്കുലർ ഓർബിറ്റൽ ഫോം ഈസ് സിമെട്രിക്കൽ എബൌട്ട് ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. പൈ ബോണ്ടിൻ്റെ കേസിലോ പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ഈസ് അൺസിമെട്രിക്കൽ എബൌട്ട് ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. നമ്മുടെ ഫോർത്ത് പോയിന്റ് ഇലക്ട്രോൺ ക്ലൗഡ് സിമെട്രിക്കലാണ് എന്നുള്ളതാണ്. സിഗ്മ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് 1 ഇലക്ട്രോൺ ക്ലൗഡ് സിമെട്രിക്കൽ എബൌട്ട് ദി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. 1 ഇലക്ട്രോൺ ക്ലൗഡ് ആണുള്ളത്, മാത്രമല്ല ദാറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. പൈ ബോണ്ടിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം രണ്ട് ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. പൈ ബോണ്ടിൻ്റെ കേസിലാണെങ്കിൽ 2 ഇലക്ട്രോൺ ക്ലൗഡാണ് ഫോം ചെയ്തിരിക്കുന്നത് എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ഓഫ് ദി അറ്റോമിക് ന്യൂക്ലിയായി. ഓക്കെ, ന്യൂക്ലിയസിൻ്റെ പ്ലൂറൽ ഫോമാണ് ന്യൂക്ലിയായി. ഓക്കെ, 2 ന്യൂക്ലിയസ് ഉള്ളതുകൊണ്ട് ന്യൂക്ലിയായി എന്ന് പറയുന്നു. ഇപ്പോൾ പൈ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോൺ ക്ലൗഡ്സ്, 1 എബോവ് ആൻഡ് 1 ബിലോ ദ പ്ലെയിൻ ഓഫ് അറ്റോമിക് ന്യൂക്ലിയായി. ഫിഫ്ത്ത് ഡിഫറൻസ് പറയാനുള്ളത്, സിഗ്മ ബോണ്ടിന് free rotation of atoms is possible. Free rotation of atoms about a sigma bond is possible. But in case of pi bond, free rotation of atoms about a pi bond is not possible. Okay. Then sixth point, between two atoms, a sigma bond can exist either alone or along with one pi bond or 2 pi bonds. അപ്പോൾ സിഗ്മ ബോണ്ടാണെങ്കിൽ നമുക്ക് സിഗ്മ ബോണ്ട് ഒറ്റയ്ക്ക് വേണമെങ്കിലും ഫോം ചെയ്യും, ഇല്ലെങ്കിൽ പൈ ബോണ്ടിൻ്റെ കൂടെ വേണമെങ്കിലും ഫോം ചെയ്യും. ഒരു പൈ ബോണ്ടോ അല്ലെങ്കിൽ 2 പൈ ബോണ്ടോ ആയിട്ട് വേണമെങ്കിലും സിഗ്മ ബോണ്ടിന് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ പൈ ബോണ്ടിൻ്റെ കേസാണെങ്കിൽ പൈ ബോണ്ടിന് ഒറ്റയ്ക്ക് ഒരു ബോണ്ട് ഫോർമേഷൻ ചെയ്യാൻ പറ്റില്ല. വിച്ച് ക്യാൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 atoms ഓൺലി ഇഫ് എ സിംഗിൾ ബോണ്ട് ആൾസോ ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദം. 2 ആറ്റങ്ങൾക്കിടയിൽ ഒരു സിഗ്മ ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് ഒറ്റയ്ക്ക് ഒരു ബോണ്ട് ഫോർമേഷൻ പോസിബിൾ അല്ല. സെവൻത്ത് പോയിന്റ്, എസ് ഓർബിറ്റൽ ക്യാൻ ടേക്ക് പാർട്ട് ഇൻ സിഗ്മ ബോണ്ട് ഫോർമേഷൻ. എസ് ഓർബിറ്റൽ സിഗ്മ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പൈ ബോണ്ടിൻ്റെ കേസിലോ എസ് ഓർബിറ്റൽ കനോട്ട് ടേക്ക് പാർട്ട് ഇൻ പൈ ബോണ്ട് ഫോർമേഷൻ. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ്
പൈ ബോണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്സിജൻ മോളിക്യൂളിൻ്റെ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമ്മൾക്ക് അതിന് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കൊടുക്കാം? 1s2 2s2 2px2 2py1 2pz1. അപ്പം ഇവിടെ നമുക്ക് ഓവർലാപ്പിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഓരോ ഓക്സിജൻ ആറ്റം എടുത്തു. നമുക്ക് O2 മോളിക്യൂളാണ് ഫോം ചെയ്യേണ്ടത്. അപ്പം ഒരു ഓക്സിജൻ മറ്റൊരു ഓക്സിജൻ അല്ലേ, ഓരോ ഓക്സിജൻ എടുത്തു മറ്റൊരു ഓക്സിജൻ എടുത്തു, അവ തമ്മിൽ ഓവർലാപ്പിംഗ് നടന്നു. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഓവർലാപ്പിംഗ് നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. ഇതാണ് നമ്മളുടെ 2py. ഇത് നമ്മളുടെ 2pxും ഇത് നമ്മളുടെ 2pzഉം ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ 2py എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ 2px, ഇത് നമ്മളുടെ 2pz എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഓക്സിജൻ ആറ്റത്തിലും. അപ്പോൾ ഇതിൽ 2pz ആയിട്ടുള്ള ഓർബിറ്റൽസ്, അതായത് ഈ ആക്സിയൽ ഓവർലാപ്പിംഗ് നടക്കാൻ പോസിബിൾ അല്ലേ. ഇവിടുത്തെ 2pz എന്ന് പറയുന്നത് ഇതല്ലേ, ഈ 2pzഉം ഈ 2pzഉം തമ്മിൽ ഇവിടെ ഒരു ആക്സിയൽ ഓവർലാപ്പിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സിഗ്മ ബോണ്ട് ഫോർമേഷനാണ് അല്ലേ. ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ട് ഈസ് ഫോം ഹിയർ. 2pyയും 2pyയും സൈഡ് വൈസ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം മുകളിലും താഴെയായിട്ട് നമ്മൾക്കൊരു സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് പൈ ബോണ്ട് എന്ന് പറയും. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് ഇത് പൈ ബോണ്ടാണ്. മുകളിലും താഴെയായിട്ട് എബോവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ വി ഗോട്ട് ആൻ ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓക്സിജൻ മോളിക്യൂളുടെ എക്സാമ്പിൾ, ഫോർമേഷൻ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ഇൻ ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ വാലൻസ് ബോണ്ട് തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞു. ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ എന്ന സയൻറ്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് വാലൻസ് ബോണ്ട് തിയറി പ്രപ്പോസ് ചെയ്തത് ഇൻ 1927. അവർ ഹൈഡ്രജൻ മോളിക്യൂളിലാണ് വാലൻസ് ബോണ്ട് തിയറി ആദ്യമായിട്ട് അപ്ലൈ ചെയ്തത്. അതിനുശേഷം ലീനസ് പോളിംഗ് സ്ലേറ്റ്, കൂൾസൺ, അതുപോലെ മറ്റു പലരും ഫർദർ ഡെവലപ്മെൻറ്റ്സും മോഡിഫിക്കേഷൻസും ഒക്കെ വാലൻസ് ബോണ്ട് തിയറിയിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ വാലൻസ് ബോണ്ട് തിയറി ഓർബിറ്റൽ ഓവർലാപ്പ് എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം നമ്മളതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി നമ്മൾ നോക്കി. അതിലൊരു 8 പോയിൻ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് അക്കോർഡിംഗ് ടു ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നത്, അറ്റോമിക് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഓഫ് വൺ ആറ്റം വിത്ത് ദ അറ്റോമിക് ഓർബിറ്റൽ ഓഫ് അനദർ ആറ്റം, ഈച്ച് ഹാവിങ് അൺപെയർഡ് ഇലക്ട്രോൺ ഓഫ് ഓപ്പോസിറ്റ് സ്പിൻസ്. സെക്കൻഡ് നമ്മുടെ പോയിന്റ് പറഞ്ഞത് ഇലക്ട്രോൺസ് ഇങ്ങനെ പെയർ ചെയ്തിട്ടൊരു മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി രണ്ട് ന്യൂക്ലിയൻ്റെയും ഇടയിലുള്ള പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. റോങ്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ഓഫ് ദി ന്യൂക്ലിയായി. ഫോർത്ത് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് പ്രോസസ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് അക്കമ്പനീഡ് ബൈ ദി fall of potential energy and thereby stabilizing the system. നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ് ഗ്രേറ്റർ ദ ഓവർലാപ്പിംഗ് സ്ട്രോങ്ങർ ഈസ് ദ ബോണ്ട് ഫോം. സിക്സ്ത് പോയിന്റ് overlapping orbitals must be oriented in such a way that repulsive interactions are minimum and attractive interactions are maximum. Seventh point, two orbitals of same energy, the more directionally concentrated would form a stronger bond. Eighth point എന്തായിരുന്നു? Overlapping orbitals having a particular orientations gives directional characteristics to the covalent bond. അപ്പം ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസ് എവിടെയാണോ മാക്സിമം ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളത് ആ ഒരു ഡയറക്ഷനിലേക്ക് ഓവർലാപ്പിംഗ് നടക്കാനാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. ഇനി നമ്മൾ 3 ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് നമ്മൾ നോക്കി. അതായത് 3 ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ: ആൻറ്റി ബോണ്ടിങ് ഇൻട്രാക്ഷൻ, ബോണ്ടിങ് ഇൻട്രാക്ഷൻ ആൻഡ് നോൺ ബോണ്ടിങ് ഇൻട്രാക്ഷൻ. അപ്പോൾ അവിടെ ഓരോന്നും നടക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് ഓവർലാപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഓവർലാപ്പിംഗ്. ആക്സിയലിലായാലും അതുപോലെ തന്നെ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആയാലും അവിടെ ഒരു നെഗറ്റീവ് ഓവർലാപ്പിംഗ് നടക്കുന്നു. അതാണ് ആൻറ്റി ബോണ്ടിങ് ഇൻട്രാക്ഷൻ.
ഇവിടെ ഈ ഓർബിറ്റലിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. ആക്സിയൽ ഓവർലാപ്പിംഗ് ആൻഡ് ഓൾസോ സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. രണ്ടിലും ഇൻട്രാക്ഷൻ നടക്കുന്നത് ബോണ്ടിങ് ഇൻട്രാക്ഷനാണ് ആൻഡ് പോസിറ്റീവ് ഓവർലാപ്പ്. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഒന്ന് എസ് ഓർബിറ്റലും ഒന്ന് പി ഓർബിറ്റലും ആണ്. ഇവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്കതിന് സീറോ ഓവർലാപ്പ് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇൻട്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് നമ്മൾ 2 ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട്സ് ആണ് നോക്കിയത്. Covalent bonds are classified into 2 types depending upon the type of overlapping present. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് 2 ടൈപ്പ് ബോണ്ട് കിട്ടി, സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ട് ഈസ് ഫോം between 2 atoms by the axial or end-to-end or head-on overlapping of atomic orbitals along the internuclear axis. പിന്നെ എന്ത് പറഞ്ഞു? ഈ സിഗ്മ ബോണ്ട് ഈസ് എ വെരി സ്ട്രോങ് ബോണ്ട്. Also സിഗ്മ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. അതുപോലെ തന്നെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് ഹെഡ് ഓൺ ഓവർലാപ്പ് അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് നടക്കുന്നത് 3 ടൈപ്പിലുണ്ട്. SS, SP ആൻഡ് PP. SS ഓവർലാപ്പിംഗ് എന്ന് വെച്ചാൽ ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റൽസ് ഓഫ് 1 ആറ്റം ആൻഡ് ഹാഫ് ഫിൽഡ് എസ് ഓർബിറ്റൽ ഓഫ് അനദർ ആറ്റം ഫോംസ് എ സിഗ്മ ബോണ്ട്. SP ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ ഓഫ് 1 S ആറ്റം and half filled atomic orbital of p atom forms a sigma bond. PP overlapping half filled atomic orbital of p orbital and half filled atomic orbital of p orbital overlap ചെയ്തിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇനി നമ്മൾക്ക് പൈ ബോണ്ട് നോക്കാം. പൈ ബോണ്ട് ഈസ് ഫോം ബൈ ദ സൈഡ് വൈസ് ഓർ ലാറ്ററൽ ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഈ പൈ ബോണ്ട് ഫോം ചെയ്യുമ്പം പൈ ബോണ്ട് ജനറലി ഫോം ചെയ്യുന്നത് ഓവർലാപ്പ് ചെയ്യുന്നത് ആക്സിസ് പാരലലും അതുപോലെ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് പെർപെൻഡിക്കുലറും ആവുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഇതൊരു വീക്ക് ബോണ്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്ട്രക്ചർ നോക്കാം. ഇതാണ് പി ഓർബിറ്റൽ, ഇതാണ് മറ്റൊരു പി ഓർബിറ്റൽ. ഇവ തമ്മിലൊരു ലാറ്ററൽ ഓവർലാപ്പിംഗ് നടന്നു. അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്തു above and below the plane of the participating atoms. ഓക്കെ, അതിനെ നമുക്ക് സോസർ ടൈപ്പ് ചാർജ്ഡ് ക്ലൗഡ്സ് എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ആദ്യം തന്നെ നമ്മളതിൻ്റെ ഡെഫിനേഷനാണ് പറഞ്ഞത് അല്ലേ. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓൺ ഓർ ആക്സിയൽ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് അലോങ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. പൈ ബോണ്ട് ഈസ് ഫോം ബൈ ദ സൈഡ് വൈസ് ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. സെക്കൻഡ് പോയിന്റ്, sigma bond is a strong bond, pi bond is a weak bond. Sigma molecular orbital formed is symmetrical about the internuclear axis. Pi molecular orbital form is unsymmetrical about the internuclear axis. Then sigma bond consists of 1 electron cloud about the internuclear axis. Pi bond consists of 2 electron clouds above and below planes of atomic nuclei. Then നമ്മൾ അടുത്തത് പറഞ്ഞത് ഫ്രീ റൊട്ടേഷൻ ഓഫ് ആറ്റംസ് എബൌട്ട് എ സിഗ്മ ബോണ്ട് ഈസ് പോസിബിൾ. റൊട്ടേഷൻ ഓഫ് ആറ്റംസ് എബൌട്ട് എ പൈ ബോണ്ട് ഈസ് നോട്ട് പോസിബിൾ. 6th പോയിന്റിൽ സിഗ്മ ബോണ്ട് ക്യാൻ എക്സിസ്റ്റ് അലോൺ ഓർ വിത്ത് 1 പൈ ബോണ്ട് ഓർ 2 പൈ ബോണ്ട്സ്. നമുക്കറിയാം ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അല്ലേ. ഡബിൾ ബോണ്ടിലാണെങ്കിൽ ഒരു സിഗ്മ ബോണ്ടും മറ്റൊന്ന് പൈ ബോണ്ടും ആണ്. ട്രിപ്പിൾ ബോണ്ടിലാണെങ്കിലോ ഒരു സിഗ്മ ബോണ്ടും മറ്റു 2 പൈ ബോണ്ടുമാണ്. ഓക്കെ, ഈ 2 പൈ ബോണ്ടുമാണ്. ഇപ്പം സിഗ്മ ബോണ്ടിന് സിംഗിളായിട്ടും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 1 പൈ ബോണ്ടിൻ്റെ കൂടെയും അല്ലെങ്കിൽ 2 പൈ ബോണ്ട്സിൻ്റെ കൂടെയും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പൈ ബോണ്ടിൻ്റെ കേസിലാണെങ്കിൽ ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇഫ് എ സിഗ്മ ബോണ്ട് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ആറ്റംസ്. ഓക്കെ, 7th point, s orbital can take part in sigma bond formation. s orbitals cannot take part in pi bond formation. ഇതാണ് നമ്മളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ്. പിന്നീട് നമ്മളൊരു എക്സാമ്പിൾ നോക്കി O2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഫോർമേഷൻ. ഓക്സിജൻ ആറ്റവും ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു O2 മോളിക്യൂൾ ഉണ്ടായി. ആ O2 മോളിക്യൂളിൽ സൈഡ് വൈസ് ഓവർലാപ്പ് നടന്നിട്ട് അവിടെ 2 എബോ ആൻഡ് ബിലോ പ്ലെയിൻ ഓഫ് ദി അറ്റോമിക് ന്യൂക്ലിയൈ ദർ ഇസ് എ സോസർ ടൈപ്പ് ചാർജ്ഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഫോം. അതുപോലെ 2pz ഓർബിറ്റലിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് നടന്നിട്ട് അവിടെ ഒരു സിഗ്മ ബോണ്ടും ഫോം ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്.
താങ്ക് യു ഫോർ ലിസ്ണിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്ക് ഹൈബ്രിഡൈസേഷനാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.